ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. ഡിസംബർ 24 തീയതിയിലെ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ്നെസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകളിലെല്ലാം ഒരു പോസിറ്റീവ് എൻഡോടുകൂടിയ ഫ്ലാറ്റ്നെസ് ആണ് കാണാൻ സാധിച്ചത്. യൂറോപ്യൻ ഇൻഡെക്സ് ആയ ഫട്സയിൽ നമ്മൾക്ക് 31 പോയിൻറ്റിൻ്റെ ബൈയിങ്ങും, CACയിൽ 54 പോയിൻറ്റിൻ്റെ ബൈയിങ്ങും, ഡാക്സിൽ 162 പോയിൻറ്റിൻ്റെ ബൈയിങ്ങും കാണാൻ സാധിച്ചു. നാസ്ഡാക്കിൽ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് 131 പോയിൻറ്റിൻ്റെ ബൈയിങ് ആണ് കാണാൻ സാധിച്ചത്. ഇന്ന് മോർണിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ജപ്പാൻ്റെ മാർക്കറ്റായ നിക്കി 225 വെറും 18 പോയിൻറ്റിൻ്റെ ഫ്ലാറ്റ്നെസ് ആണ് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾക്ക് ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഫ്ലാറ്റ് മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഹോങ്കോങ് മാർക്കറ്റിൽ 91 പോയിൻറ്റിൻ്റെ ബൈയിങ് കാണാൻ സാധിച്ചു. ചൈനീസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഏഷ്യ പസഫിക് മാർക്കറ്റ് നോക്കുകയാണെങ്കിലും എങ്ങും വളരെ വലിയ ബൈയിങ് മൊമെൻറ്റം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. പകരം എല്ലായിടത്തും പോസിറ്റീവ് എൻഡോട് കൂടിയ ഒരു ഫ്ലാറ്റ്നെസ് കാണാൻ സാധിക്കുന്നു. ഇന്ത്യൻ ഇൻഡെക്സ് ആയ സെൻസെക്സിൽ ഇന്നലെ 384 പോയിൻറ്റിൻ്റെ ബൈയിങ്ങും, നിഫ്റ്റിയിൽ 117 പോയിൻറ്റിൻ്റെ ബൈയിങ്ങും, നിഫ്റ്റി ബാങ്കിൽ 161 പോയിൻറ്റിൻ്റെ ബൈയിങ്ങും, നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 268 പോയിൻറ്റിൻ്റെ ബൈയിങ്ങും കാണാൻ സാധിച്ചു. ഈ ബൈയിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1219 സ്റ്റോക്കുകൾ അഡ്വാൻസ് സൈഡിലും 625 സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലുമായിരുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ 271 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 1196 കോടി രൂപയുടെ ബൈയിങ് നടത്തി. കൂടാതെ ഇന്നലെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് ഓയിൽ സെക്ടറിലെ സ്റ്റോക്കുകളായിരുന്നു. IOC, ONGC എന്നീ സ്റ്റോക്കുകളിൽ നമ്മൾക്ക് 2.8% മൊമെൻറ്റം കാണാൻ സാധിച്ചു. പവർ ഗ്രിഡ്, ITC എന്നീ സ്റ്റോക്കുകളിലും ബൈയിങ് കാണാൻ സാധിച്ചു. അതേസമയം സ്റ്റീൽ സെക്ടറിലെ സ്റ്റോക്കായ JSW സ്റ്റീൽ, ഫാർമ സെക്ടറിലെ സ്റ്റോക്കായ ഡിവിസ് ലാബ്, ഭാരതി എയർടെൽ, സൺ ഫാർമ എന്നീ സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. കോമഡിറ്റി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൽ 1.12% ബൈയിങ് കാണാൻ സാധിച്ച അതേസമയത്ത് നാച്ചുറൽ ഗ്യാസിൽ നമ്മൾക്ക് 6% സെല്ലിംഗ്, ഒരൽപ്പം വളരെ വലിയ സെല്ലിംഗ് കാണാൻ സാധിച്ചു. ഗോൾഡ്, സിൽവർ തുടങ്ങിയ കോമഡിറ്റികളെല്ലാം ഒരു ഫ്ലാറ്റ് ട്രേഡിംഗ് ആണ് നടത്തുന്നത്. അതുകൂടാതെ US ഡോളർ രൂപയ്ക്ക് എഗനിസ്റ്റായിട്ട് ഒരൽപ്പം വീക്ക്നെസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിനിമയ റേറ്റ് നോക്കുകയാണെങ്കിൽ 75 രൂപ 24 പൈസ എന്ന വിനിമയ റേറ്റ് നമ്മൾക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം നിഫ്റ്റി 50യിൽ നമ്മൾക്ക് 117 പോയിൻറ്റിൻ്റെ റാലി കാണാൻ സാധിച്ചുവെങ്കിലും ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ അത്ര അട്രാക്റ്റീവായിട്ടുള്ള ഒരു പോസിറ്റീവ് ബൈയിങ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. പകരം ഇവിടെ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് ഇന്നലെ മാർക്കറ്റ് എവിടെയാണോ പ്രവർത്തനം ആരംഭിച്ചത് അതിനടുത്ത് തന്നെയാണ് ക്ലോസിംഗ് നൽകിയത് എന്നുള്ളതാണ് ഈ ഡോജി ക്യാൻഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ചെറിയ സൈസോട് കൂടിയ അല്ലെങ്കിൽ വളരെ ചെറിയ ബോഡി സൈസോട് കൂടിയ ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നതിനാൽ ഇന്നലെ പ്രൈസ് മൂവ്മെൻറ്റും വളരെ കുറവായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ഇൻഡിസിസീവ് കാറ്റഗറിയിലേക്ക് മാറുകയാണ് എന്നതിൻ്റെ ഇൻഡിക്കേഷനാണ് ഈ ക്യാൻഡിൽ പാറ്റേൺ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലത്തെ ഇൻട്രാഡേ പ്രൈസ് മൂവ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിച്ചു. 17,000 എന്ന ലെവലിന് മുകളിൽ ആരംഭിച്ച മാർക്കറ്റ് 17,100 എന്ന ലെവലിൽ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുകയും 17,030 മുതൽ 17,050 എന്ന ലെവലിൽ ഒരു ബൈയിങ് കാണാൻ സാധിക്കുകയും ചെയ്തു. ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ വളരെ ടൈറ്റ് റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിച്ചത്. ഇന്നലെ വെറും 100 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് മാത്രമേ നമ്മൾക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചുള്ളൂ. സാധാരണഗതിയിൽ മാർക്കറ്റിൽ സംഭവിക്കുന്ന മൂവ്മെൻറ്റിനേക്കാൾ അല്ലെങ്കിൽ വോളറ്റിലിറ്റിയേക്കാൾ വളരെ കുറഞ്ഞ വോളറ്റിലിറ്റിയാണ് ഇന്നലെ മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ അത് നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസിന് അടുത്താണ് ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ 17,150 മുതൽ 17,200 വരെയുള്ള സോൺ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന റെസിസ്റ്റൻസ് സോണാണ്. നിഫ്റ്റിയിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഒരു പോസിറ്റീവ് ബൈയിങ് നമ്മൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 17,150-നും 17,200 സോണിനടുത്ത് മാർക്കറ്റ് എത്തുമ്പോൾ അവിടെ നിന്ന് നമ്മൾക്കൊരു ഫ്രഷ് സെൽ ഓഫ് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഇതുവരെയുള്ള മാർക്കറ്റ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സെൽ ഓൺ റൈസ് എന്ന രീതിയിലുള്ള മാർക്കറ്റ് ട്രെൻഡ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തെ ഒരു റിക്കവറിക്ക് ശേഷം നമ്മൾക്ക് ഒരു ഫ്രഷ് സെല്ലിംഗ് കാണാൻ സാധിക്കും. ഫ്രഷ് സെല്ലിംഗ് വരാനുള്ള കാരണം നോക്കുകയാണെങ്കിൽ 17,200 എന്ന ലെവൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന റെസിസ്റ്റൻസ് സോണാണ്. കൂടാതെ ഈ റീജിയനിൽ നമ്മൾക്ക് മൂവിംഗ് ആവറേജ് ലൈനുകളുടെ കൺസോൾട്ടേഷനും മൂവിംഗ് ആവറേജ് ലൈനുകളുടെ റെസിസ്റ്റൻസും കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി കാണാൻ സാധിക്കുന്നത് ഒന്നാമത്തെ സപ്പോർട്ട് 17,50 എന്ന ലെവലാണ്. രണ്ടാമത്തെ സപ്പോർട്ടായിട്ട് കാണാൻ സാധിക്കുന്നത് 16,950 എന്ന ലെവലാണ്. റെസിസ്റ്റൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ റെസിസ്റ്റൻസ് 17,150-ഉം രണ്ടാമത്തെ റെസിസ്റ്റൻസ് 17,200-നും 17,250-നും ഇടയിലാണ്.
ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട പ്രധാന ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുൻപേ വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ്, ഇൻട്രാഡേ, പൊസിഷണൽ ബ്രേക്കൗട്ട്, BTST ട്രേഡുകളുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ്, യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്നീ ഓപ്ഷനുകൾ പരിഗണിക്കാവുന്നതാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റോക്കാണ് ഡേറ്റ പാറ്റേൺ ഇന്ത്യ എന്ന സ്റ്റോക്ക്. ഡേറ്റ പാറ്റേൺ ഇന്ത്യ എന്ന കമ്പനി ഇന്നാണ് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുന്നത്. മികച്ച ലിസ്റ്റിംഗ് ഗെയിൻ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. PSP പ്രോജക്റ്റ് എന്ന കമ്പനി അതിൻ്റെ സബ്സിഡറി കമ്പനിയായ PSP പ്രോജക്റ്റ് INC എന്ന കമ്പനിയുടെ 100% സ്റ്റേക്കുകൾ ഡൈവസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബിസിനസ് ഡീമർജറും ബിസിനസ് റീ അറേഞ്ച്മെൻറ്റും കാണാൻ സാധിക്കുന്ന മറ്റൊരു സ്റ്റോക്കാണ് ആൾ കാർഗോ ലോജിസ്റ്റിക് എന്ന സ്റ്റോക്ക്. ആൾ കാർഗോ ലോജിസ്റ്റിക് എന്ന കമ്പനിയുടെ ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ട എല്ലാ ബിസിനസ്സുകളും ഇനി മുതൽ ആൾ കാർഗോ ടെർമിനൽസ് എന്ന കമ്പനിയുടെ കീഴിലും, അതുപോലെ തന്നെ ഈ കമ്പനിയുടെ എഞ്ചിനീയറിംഗ് ആൻഡ് എക്യുപ്മെൻറ്റ് ലീസിംഗ്, ഹയറിംഗ് സൊല്യൂഷൻ, ലോജിസ്റ്റിക് പാർക്ക്, വെയർഹൌസിംഗ്, റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് തുടങ്ങിയ ബിസിനസ് ആക്ടിവിറ്റികൾ ട്രാൻസ് ഇന്ത്യ റിയാലിറ്റി ആൻഡ് ലോജിസ്റ്റിക് പാർക്ക് എന്ന കമ്പനിക്ക് കീഴിലുമായിരിക്കും കാണാൻ സാധിക്കുക. IT സെക്ടറിൽ നിന്നും ഇന്ന് നമ്മൾ 2 സ്റ്റോക്കുകളെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അവിടെ ഒന്നാമത്തെ സ്റ്റോക്കാണ് TCS എന്ന സ്റ്റോക്ക്. TCS എന്ന കമ്പനി സ്വിസ് മാർക്കറ്റിലെ ഒരു നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയായ ലാ മൊബിലിയറെ എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടി സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ എത്തിയിട്ടുണ്ട്. ഇത് 2 കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അതുകൂടാതെ എംഫസിസ് എന്ന കമ്പനി UK ബേസ്ഡ് കമ്പനിയായ അഡോർനാഗ് എന്ന കമ്പനിയുടെ 51% സ്റ്റേക്ക് അക്വിസിഷൻ ചെയ്തു. ഇതുവഴി എംഫസിസ് എന്ന കമ്പനിക്ക് UK അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള അവരുടെ പ്രവർത്തനം വിപുലീകരിച്ചിരിക്കുകയാണ്. ഫാർമ സെക്ടറിൽ നിന്ന് നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് അജന്ത ഫാർമ എന്ന സ്റ്റോക്ക്. അജന്ത ഫാർമ എന്ന കമ്പനി ഡിസംബർ 28 അതിൻ്റെ ബൈബാക്ക് പ്രഖ്യാപിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. വർക്ക് ഓർഡർ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ 3 സ്റ്റോക്കുകളെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അവിടെ ഒന്നാമത്തെ സ്റ്റോക്കാണ് GPT ഇൻഫ്രാ പ്രോജക്റ്റ് എന്ന കമ്പനി. GPT ഇൻഫ്രാ പ്രോജക്റ്റ് എന്ന കമ്പനിക്ക് ഏകദേശം 56 കോടിയുടെ വർക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ അപ്പോളോ മൈക്രോ സിസ്റ്റംസ് എന്ന കമ്പനിക്ക് ഏകദേശം 5.72 കോടി രൂപയുടെ വർക്ക് ഓർഡർ DRDOയുടെ സൈഡിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. മാൻ ഇൻഡസ്ട്രി എന്ന കമ്പനിക്ക് ഏകദേശം 225 കോടി രൂപയുടെ വർക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു പ്രധാന സ്റ്റോക്കാണ് അദാനി എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്ക്. അദാനി എൻ്റർപ്രൈസസ് എന്ന കമ്പനിക്ക് കീഴിൽ അദാനി ഡേറ്റ നെറ്റ്വർക്ക്സ് ലിമിറ്റഡ് എന്ന പുതിയൊരു കമ്പനി കൂടി ലിസ്റ്റഡ് ആയിട്ടുണ്ട്. അദാനി ഡേറ്റ നെറ്റ്വർക്ക്സ് ലിമിറ്റഡ് എന്ന കമ്പനി റിലയബിളും അതുപോലെ തന്നെ റോബസ്റ്റുമായ ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് സർവീസുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. റേറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഗ്ലെൻമാർക്ക് ഫാർമ എന്ന സ്റ്റോക്ക്. നാഷണൽ റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ ഗ്ലെൻമാർക്ക് ഫാർമ എന്ന കമ്പനിയുടെ റേറ്റിംഗ് സ്റ്റേബിളിൽ നിന്നും പോസിറ്റീവായി ഉയർത്തിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് ISGEC ഹെവി എഞ്ചിനീയറിംഗ് എന്ന കമ്പനി. ISGEC ഹെവി എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ സ്വാതി ഷുഗർ മിൽസ് എന്ന കമ്പനി എഥനോളിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. 100 kL പെർ ഡേ എന്ന റേറ്റിലാണ് സ്വാതി ഷുഗർ മിൽസ് എന്ന കമ്പനി എഥനോൾ പ്രൊഡക്ഷൻ ആരംഭിച്ചിരിക്കുന്നത്. ഈ കമ്പനിയിൽ ISGEC എന്ന കമ്പനി ഏകദേശം 178 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നു. സ്റ്റേക്ക് സെയിൽ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഗേറ്റ്വേ ഡിസ്ട്രി പാർക്സ് എന്ന കമ്പനി. ഈ കമ്പനിയിൽ പ്രമുഖ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററായ LIC അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 2.7% കുറച്ചിട്ടുണ്ട്. ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 6.14% നിന്നും 4.06% മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏവിയേഷൻ സെക്ടറുമായി ബന്ധപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾക്ക് ഇൻഡിഗോ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇൻഡിഗോ എന്ന കമ്പനി എയർ ഫ്രാൻസ് എയർലൈനുമായി ചേർന്ന് ഒരു കോഡ് ഷെയർ അഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് ഇൻഡിഗോയെ സംബന്ധിച്ചിടത്തുള്ള ഒരു പോസിറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഹീറോ മോട്ടോർ കോർപ്പ് എന്ന സ്റ്റോക്ക്. ഹീറോ മോട്ടോർ കോർപ്പ് എന്ന കമ്പനി 2022 ജനുവരി മാസം മുതൽ തന്നെ അവരുടെ പ്രോഡക്റ്റുകളുടെ വില വർദ്ധിപ്പിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് സ്റ്റോക്കിലും ഒരു മൊമെൻറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. സോണി എന്ന കമ്പനിയും അതുപോലെ തന്നെ സി എന്ന കമ്പനിയും ചേർന്ന് ഒരു മെഗാ ഗെയിൻഡ് മീഡിയ ബ്രാൻഡ് നിർമ്മിക്കുകയാണ്. 2022 അവസാനത്തോടു കൂടി $10 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഈ ഒരു മീഡിയ
ബ്രാൻഡ് വരുന്നതായിട്ട് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. കൂടാതെ ഫണ്ട് റേസിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് വേദാന്ത എന്ന സ്റ്റോക്ക്. വേദാന്ത എന്ന കമ്പനി നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി 1000 കോടി രൂപയുടെ ഫണ്ട് റേസിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. പേടിഎമ്മുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ പേടിഎം എന്ന കമ്പനിയുടെ 3 സീനിയർ എക്സിക്യൂട്ടീവ് ഈ കമ്പനിയിൽ നിന്നും പിരിഞ്ഞു പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് ന്യൂസാണ്. അതുകൂടാതെ SJVN എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. SJVN എന്ന കമ്പനി DVC എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. ഈ കമ്പനി ഏകദേശം 2 ജിഗാവാട്ട് സോളാർ പവർ പ്രോജക്റ്റിൻ്റെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊക്യൂർമെൻറ്റ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻസ്റ്റാളേഷൻ ആയിരിക്കും നടത്തുക. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഗെയിൽ എന്ന സ്റ്റോക്ക്. ഈ കമ്പനി 4 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്